നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പ്രൊട്ടക്ഷൻ റിലേസിനെ പറ്റി നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? പ്രൊട്ടക്ഷൻ റിലേസ് എന്താണ് അതിൻ്റെ ഇതായിരിക്കും ആപ്ലിക്കേഷൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷൻ ഓഫ് ട്രാൻസ്ഫോമർ നോക്കി, പിന്നെ എന്തായിരിക്കും ഓൾട്ടർനേറ്റേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ നോക്കി. അപ്പം ആ ഒരു സെക്ഷൻ നമ്മൾ പ്രൊട്ടക്ഷൻ ഓഫ് ആൾട്ടർനേറ്റേഴ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ട്രാൻസ്ഫോമേഴ്സ് നമ്മൾ നോക്കി. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ നമ്മളിപ്പോൾ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് PSC ബേസ് ചെയ്ത്, PSC ആണെങ്കിലും UPSC ആണെങ്കിലും ഏത് കോമ്പറ്റീവ് എക്സാമിനും ബേസ് ചെയ്തിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് പ്ലഗ് സെറ്റിംഗ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. ഓർത്ത് വയ്ക്കുക അത്. സോ നോക്കാം നമുക്ക് എന്താണെന്നുള്ളത്. ഇതിന് ന്യൂമറിക്കൽസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. സോ നമുക്ക് അതിന് ന്യൂമറിക്കൽസ് നമുക്ക് ഇന്നത്തെ വർക്കൗട്ട് ചെയ്യാം. സോ നമുക്ക് നോക്കാം എന്തായിരിക്കും പ്ലഗ് സെറ്റിംഗ് മൾട്ടിപ്ലയർ. പ്ലഗ് സെറ്റിംഗ് മൾട്ടിപ്ലയർ അല്ലെങ്കിൽ PSM എന്ന് പറയും. therefore ഫസ്റ്റ് നോക്കാം നമുക്ക് പ്ലഗ് സെറ്റിംഗ് മൾട്ടിപ്ലയർ. പ്ലഗ് സെറ്റിംഗ് മൾട്ടിപ്ലയർ, otherwise it is called PSM. Definition of the PSM means എന്തായിരിക്കും, it is equal to equation എന്തായിരിക്കും, the fault current referred to CT secondary divided by relay setting into relay rated current. It is a equation for finding, a formula for finding the PSM. PSM is equal to fault current referred to CT secondary divided by relay setting into relay rated current. This is the first point. PSM is equal to second formula, pickup current. Pickup current is equal to PSM denominator ആണ് നമ്മൾ pickup current എന്ന് പറയുന്നത്. That is pickup current is equal to relay setting into ഇതായിരിക്കും relay rated current. Relay rated current. ഇത് രണ്ടാമത്തെ പോയിന്റ് നമുക്ക് ഓർത്ത് വയ്ക്കാം. Then next എന്ന് പറഞ്ഞാൽ PSM ന്റെ വാല്യൂ അല്ലേ. If PSM, the value of the PSM less than 1, if PSM greater than 1, and PSM should be maybe PSM equal to 1. If PSM less than 1 ആണെങ്കിൽ എന്തായിരിക്കും, the relay is not operated. Relay is not operated. ഇത് ചോദിക്കുന്ന കൺക്ലൂഷൻസ് ആണ് കേട്ടോ. PSM greater than 1 ആണെങ്കിൽ എന്തായിരിക്കും, relay is operated. Relay is operated. And PSM is equal to 1 എന്തായിരിക്കും, relay is on the verge of operation. Relay is on the verge of operation എന്ന് പറയാൻ പറ്റും. Verge of operation. So ഈ മൂന്ന് പോയിന്റ് ഓർത്ത് വയ്ക്കാം. ഇതൊക്കെയാണ് what is first എന്താ നമ്മൾ ഇപ്പോൾ പഠിച്ചത്, what is called PSM. എന്തായിരിക്കും, fault current referred to CT secondary divided by relay setting into relay rated current. What is pickup current, relay setting into relay rated current. Then PSM അല്ലേ, different values of PSM. If PSM less than 1, what is the conclusion? Relay is not operated. Greater than 1 ആകുമ്പോഴത്തേക്കും എന്താ, relay is operated. And if PSM is equal to 1 എന്തായിരിക്കും, relay is on the verge of operation. നമുക്ക് നോക്കാം ഈ കോമ്പറ്റീവ് എക്സാമിന് ചോദിച്ചു കാണുന്ന ന്യൂമറിക്കൽ മോഡൽസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. ലെറ്റ് 400/5 amps CT is used for the protection of a transmission line. The relay setting is 125%. Line is carrying 5000 amps current due to a fault. What is the PSM? Equation the PSM is equal to fault current referred to CT secondary divided by relay setting into relay rated current. നമ്മൾ പഠിച്ചിട്ടുണ്ട്. Then അപ്പോൾ എന്തായിരിക്കും, fault current referred to CT secondary ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. കാര്യം നമ്മളിപ്പോൾ നോക്കിയേ, ഇപ്പോൾ നമ്മൾ ഈ സൊല്യൂഷൻ നോക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും, CT റേഷ്യോ എത്ര തന്നിരിക്കുന്നത്, 400/5 amps. നമ്മൾ ലാസ്റ്റ് പ്രൊട്ടക്ഷൻ ഓഫ് ഓൾട്ടർനേറ്റേഴ്സിൽ നമ്മൾ ഇതിന്റെ പ്രോബ്ലംസ് ചെയ്തത് ഓർക്കുക. അവിടെ നമ്മൾ എങ്ങനെ CT റേഷ്യോ നിർത്തുക, അതേ കണക്ക് തന്നെ ആയിരിക്കും ഇവിടെ ചെയ്യേണ്ടി വരിക. 400/5 amps ആണ് CT. ദാറ്റ് മീൻസ് CTയുടെ പ്രൈമറിയിൽ 400 amps കൊടുത്താൽ നമുക്ക് അത് കിട്ടും, സെക്കൻഡറി 5 amps കിട്ടും. 1 amps കിട്ടണമെങ്കിൽ എന്ത് വേണം, ഫോർ ഗെറ്റിംഗ് 1 amps 5 divided by 400 ആണെങ്കിൽ നമുക്ക് 1 amps കിട്ടും അല്ലേ. നമുക്ക് എത്ര ഫോൾട്ട് കറണ്ട് എത്ര വന്നിരിക്കുന്നത്, 5000 amps അല്ലേ. therefore 5000 fault current referred to CT secondary 5000 is equal to വരും 5/400 into 5000 വരും അല്ലേ. therefore എന്തായിരിക്കും, the fault current referred to CT secondary എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര, 5000 എന്തായിരിക്കും നമുക്ക് തന്നിട്ടുണ്ട്, ലൈൻ ഫോൾട്ട് കറണ്ട് എത്ര 5000 തന്നിട്ടുണ്ട് അല്ലേ, ഇൻറ്റു അത് referred to CT secondary എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര 5/400 അല്ലേ. 5000 divided by 5/400 divided by
റിലേ സെറ്റിംഗ് എത്ര 125%. അപ്പോൾ അതായിരിക്കും 1.25 ഇൻറ്റു റിലേ റേറ്റഡ് കറണ്ട്. അത് പറയുമ്പോഴത്തേക്ക് എന്താ റിലേ എവിടെ കണക്ട് ചെയ്യുന്നത്? നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ CT-യുടെ സെക്കൻഡറിയിലായിരിക്കും റിലേ കണക്ട് ചെയ്യുന്നത് അല്ലേ. therefore എത്രയായിരിക്കും CT-യുടെ സെക്കൻഡറി കറണ്ട് എത്ര 5 amps by 5. therefore ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? ചെയ്യുമ്പോൾ നമുക്ക് PSM is equal to കിട്ടും 10 എന്ന് പറഞ്ഞു കിട്ടും. PSM is equal to 10. അപ്പോൾ എന്തായിരിക്കും പറയാൻ പറ്റുക? that is PSM is equal to 10 ഇതായിരിക്കും which is greater than PSM is equal to 10 which is greater than എന്തായിരിക്കും? is greater than 1. therefore the relay is operated. ഇതൊരു മോഡലാണ്. ഈ മോഡൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കോമ്പറ്റേറ്റീവ് എക്സാമിന് കണ്ടുവരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് 2014 ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. PSC ക്വസ്റ്റ്യൻ ആണത്. The current rating of a relay is 5 amps. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. The current rating of a relay is 5 amps. Of a relay is 5 amps. And it is set as 150%. CT ratio is 400 by 5. Fault current is 6000 amps. Fault current is 6000 amps. PSM is dash. ആണ് ചോദ്യം. ഇത് 2014 ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ കേരള PSC എക്സാം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ പ്ലീസ് ഹോൾഡ് ദ വീഡിയോ ഹോൾഡ് ചെയ്ത് വെക്കുക. തന്നെ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എവിടെയാണ് സ്റ്റക്ക് ആയി പോയി നോക്കുക. എന്നിട്ട് വീഡിയോ നോക്കുക. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് നമ്മൾ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ. സോ സൊല്യൂഷൻ നോക്കി എങ്ങനെ ആയിരിക്കും വരിക? സൊല്യൂഷൻ സെയിം തന്നെ നമ്മളിപ്പോൾ മുന്നേ പഠിച്ച സെയിം കൺസെപ്റ്റ് തന്നെ. എന്തായിരിക്കും? PSM is equal to ഇക്വേഷൻ എന്താ? ഫ്ലക്സ് സെറ്റിംഗ് മൾട്ടിപ്ലർ is equal to ഫോൾട്ട് കറണ്ട് റെഫേർഡ് ടു CT സെക്കൻഡറി അല്ലേ. ഫോൾട്ട് കറണ്ട് റെഫേർഡ് ടു CT സെക്കൻഡറി അല്ലേ. ഫോൾട്ട് കറണ്ട് റെഫേർഡ് ടു CT സെക്കൻഡറി ഡിവൈഡഡ് ബൈ റിലേ സെറ്റിംഗ് ഇൻറ്റു റിലേ സെറ്റിംഗ് ഇൻറ്റു എന്തായിരിക്കും? റിലേ റേറ്റഡ് കറണ്ട് അല്ലേ. ഇൻറ്റു റിലേ റേറ്റഡ് കറണ്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത്ര നമ്മളെ CT റേഷ്യോ തന്നിരിക്കുന്നത് 400 by 5 amps അല്ലേ. CT റേഷ്യോ ഈസ് ഈക്വൽ ടു 400 by 5 amps. എങ്ങനെയാണ് നമ്മൾ പഠിച്ച CTയുടെ പ്രൈമറിയിൽ 400 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് കിട്ടും. സെക്കൻഡറിയിൽ 5 amps കിട്ടും. 1 amps ആണെങ്കിൽ ഫോർഗെറ്റിംഗ് 1 amps ആകുമ്പോഴത്തേക്ക് എത്ര? 5 by 400. നമ്മളെ ഫോൾട്ട് കറണ്ട് എത്ര തന്നിരിക്കുന്നത്? 6000 amps ആണ് നമ്മളെ ഫോൾട്ട് കറണ്ട് തന്നിരിക്കുന്നത്. therefore for 6000 amps എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര ആയിരിക്കും വരിക? 5 by 400 into 6000 അല്ലേ. for 6000 amps ആകുമ്പോൾ therefore the fault current referred to CT secondary is equal to ഇങ്ങനെ വരും 5 by 400 into 6000 അല്ലേ. 6000 divided by relay setting എത്ര? 150%. therefore ഇതായിരിക്കും 1.5 into relay rated current. relay rated current എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഈ ഒന്നുകിൽ ട്രാൻസ്ഫോമറിന്റെ CTയുടെ സെക്കൻഡറി കറണ്ട് എടുക്കുക, അല്ലെങ്കിൽ ഇന്നത്തെ ക്വസ്റ്റ്യൻ 5 amps തന്നെ പറഞ്ഞിട്ടുണ്ട്. രണ്ടും സെയിം തന്നെ ആയിരിക്കും. ഇൻറ്റു 5. ഇത് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും നമുക്ക്? ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഇത് 15 times വരും. 15 into 5 75. ഇത് 75 divided by 7.5 എത്ര വരും? therefore 75 divided by 7.5. therefore എന്തായിരിക്കും? PSM is equal to PSM is equal to 10. here എന്തായിരിക്കും? the PSM is greater than 1. therefore എന്തായിരിക്കും? the relay is operated. so this is about PSM. ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് പ്ലഗ് സെറ്റിംഗ് മൾട്ടിപ്ലയർ ആയിട്ട് നമുക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളത്. സോ വർക്ക്ഔട്ട് ചെയ്ത് മനസ്സിലാക്കുക. വളരെ സിമ്പിൾ ഇക്വേഷൻസ് ആണ്. വളരെ കാര്യമായിട്ട് നോക്കാം. ഓക്കെ, താങ്ക് യു.